ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ടെൻഷനിലാണെന്നറിയാം. മലയാള എക്സാമാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വായിക്കാത്തവർ ഉറപ്പായിട്ടും വായിച്ചിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എക്സാമിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഓരോ മാർക്കിനും എത്ര പേജ് വീതം എഴുതണം ടീച്ചർ എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ നോക്കി കാണുന്നു, മാർക്കിനനുസരിച്ച് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതൊക്കെ മുൻകൂട്ടി നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ഏതൊക്കെ ചോദ്യമാണ് ആദ്യം എഴുതേണ്ടത്, എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കേണ്ട സമയമാണത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയുന്നുണ്ട്, ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യനിൽ എ ഓർ ബി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. നിങ്ങളുടെ മലയാളം 1 മലയാളം 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിങ്ങനെയാണ്. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ അല്ലേ, ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഓപ്ഷൻസ് എടുത്തെഴുതുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉത്തരം എഴുതാം. ഇപ്പോൾ ആദ്യം 7 മാർക്കിൻ്റെ, പിന്നെ 5 മാർക്കിൻ്റെ, പിന്നെ 3 മാർക്കിൻ്റെ, പിന്നെ 1 മാർക്കിൻ്റെ. പക്ഷേ ഈ 1 മാർക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ചോദ്യമാണ് 1 മാർക്കിൻ്റെ ഉള്ളത് അല്ലേ. ആ 4ഉം ഒരു ഭാഗത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ ഇപ്പോൾ വലിയ മാർക്കിൻ്റെ ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് 1 മാർക്കിൻ്റെ 1 എഴുതി, പിന്നെ വേറൊരു ചോദ്യം എഴുതി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും 1 മാർക്കിൻ്റെ എഴുതി, അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയിൽ പെടണമെന്നില്ല. അപ്പോൾ 1 മാർക്കിൻ്റെ എഴുതുമ്പോൾ 4 ചോദ്യമാണെങ്കിൽ 4 ചോദ്യം ഒരുമിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തത് 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതിൽ 5, 6, 7, 8 4 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന്, അതായത് 5, 6 എന്തായാലും എഴുതണം. പക്ഷേ 7ൽ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാകും. അതായത് 7ൽ എ അല്ലെങ്കിൽ ബി എന്നാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. അങ്ങനെ മൊത്തത്തിൽ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നമുക്കറിയാതെ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 3ഓ 4ഓ വാക്യത്തിലാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 3ഓ 4ഓ വാക്യം എന്ന് പറയുന്നത് ഒരു 2-3 വരിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ വരിയിൽ നമുക്ക് ഒരിക്കലും ഈ ഉത്തരം ഒതുങ്ങില്ല അല്ലേ. ആദ്യം തന്നെ എഴുത്തുകാരൻ്റെ പേര്, പാഠഭാഗത്തിൻ്റെ പേര്, ഏത് വിഭാഗമാണെന്ന് എഴുതുമ്പോഴേക്കും തന്നെ 2 വരി തീർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് 2ഓ 3ഓ വരിയിൽ നിൽക്കില്ല. അതിനാണ് നമുക്ക് സ്പീഡ് വേണമെന്ന് പറയുന്നത്. കുറച്ചും കൂടി അധികം എഴുതണം. പക്ഷേ ഒരിക്കലും കഥ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മുഴുവനും 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ എഴുതാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താണോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന് മാത്രം കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വലിച്ചു വാരി കഥ മുഴുവനും അല്ലെങ്കിൽ കവിതയുടെ ആശയം മുഴുവനും എഴുതി വെക്കാതെ ചോദിച്ച ചോദ്യത്തിന് മാത്രം, അതിൽ മാത്രം നിന്നുകൊണ്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എഴുതി വരുമ്പോൾ ഒരുപക്ഷെ 3ഓ 4ഓ വാക്യത്തിൽ നിൽക്കില്ല. കുറച്ച് 2ഓ 3ഓ വരികൾ കൂടുതൽ എഴുതി പോവാം. അത് കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അടുത്തത് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണത്. അതിലും ഇതുപോലെ തന്നെയാണ്. 8, 9, 10, 11 4 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. അതിൽ 8 ഏതിലാണോ ഓപ്ഷൻ തന്നിരിക്കുന്നത് ആ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പക്ഷേ ഓപ്ഷൻ ഇല്ലാത്തത് നിർബന്ധമായിട്ട് എഴുതുകയും വേണം. ഇപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യം അരപ്പുറം എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ പകുതിയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ, കൃത്യമായിട്ട് എഴുതാൻ അറിയുമെങ്കിൽ അത്രയും എഴുതിയാൽ മതി. പക്ഷേ കുറച്ചധികം എഴുതുന്ന ആൾക്കാർ ഒരു പേജിലേക്ക് ആൻസർ വന്ന് നിൽക്കാം. അത് നിങ്ങൾ സമയത്തിനനുസരിച്ച് നിങ്ങൾ തന്നെ ക്രമീകരിക്കണം. പക്ഷേ കൃത്യമായിട്ട് എഴുതാൻ അറിയുന്ന ആൾക്കാർക്ക് ആ ഒരു അരപ്പുറത്തിൽ പോയിൻറ്റ്സ് കൃത്യമായിട്ട് വന്നാൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതാണ് 7 മാർക്കിൻ്റെ ചോദ്യം. അത് പറയുന്നത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒരു പുറം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ 7 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പായിട്ടും ആ ഒരു പുറത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കില്ല. അതിനും ഓപ്ഷൻ ഉണ്ടാവും, എ അല്ലെങ്കിൽ ബി. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. നല്ലോണം അറിയണ കാര്യം നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. എസ് എ ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. അപ്പോൾ എസ് എ എന്ന് പറയുമ്പോൾ ഒരു 3 പാരഗ്രാഫെങ്കിലും ഉണ്ടാവും അല്ലേ. അങ്ങനെ പാരഗ്രാഫ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഒരു പുറം കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേജ് ഉത്തരം എഴുതുക. അതായത് ഒരു പേപ്പറിൻ്റെ 2 വശത്തും ആൻസറായിട്ട് എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1.5 പേജെങ്കിലും എഴുതി വയ്ക്കുക. സമയത്തിനനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. സമയമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന നിർദ്ദേശം അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്പീഡ് വേണം. നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അവസാനം എക്സാം കഴിയുന്ന സമയത്ത് എത്ര സ്പീഡിലാണോ എക്സാം എഴുതുന്നത് അതേ സ്പീഡിൽ തുടക്കത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമയം കിട്ടും. ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല.
എല്ലാ പരീക്ഷകളും നന്നായിട്ട് എഴുതുക. മലയാളം മാത്രമല്ല, ആദ്യത്തെ ആ ഒരു എക്സാമിനോടുള്ള ചൂട് എല്ലാ പരീക്ഷയിലും നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. ഈ വർഷം എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ആരും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ.